പുഷ്കരലോചനാനുജ്ഞയാ വൽക്കലം ലക്ഷ്മണൻ താനുമുടുത്താനതു നേരം. ലക്ഷ്മി ഭഗവതിയാകിയ ജാനകി വൽക്കലം കയ്യിൽ പിടിച്ചുകൊണ്ടാകുലാൽ പക്ഷമെന്തുള്ളിലെന്നുള്ളതറിവാനായി തൽക്ഷണേ ലജ്ജയാ ഭർതൃമുഖാംബുജം ഗൂഢമായി നോക്കിനാളെങ്ങനെ ഞാനിതു ഗാഠമുടുക്കുന്നതെന്നുള്ള ചിന്തയാ. മംഗല ദേവതാവല്ലഭൻ രാഘവൻ ഇംഗിതജ്ഞൻ തഥാ വാങ്ങിപ്പരുഷമാം വൽക്കലം ദിവ്യാംബരോപരിവേഷ്ടിച്ചു സൽക്കാരമാനം കലർന്നു നിന്നിടിനാൻ. തേരിൽ കരേറുക സീതേ വൈരവിൽ നീ നേരമിനിക്കളഞ്ഞിടരുതേതുമേ. സുന്ദരി വന്ദിച്ചു തേരിൽ കരേറിനാളിന്ദിരാവല്ലഭൻ ആകിയ രാമനും മാനസേ ഖേദം കളഞ്ഞു ജനകനെ വീണു വണങ്ങി പ്രദക്ഷിണവും ചെയ്തു. താണു തൊഴുതുടൻ തേരിൽ കരേറിനാൻ ബാണചാപാസി തൂണീരാദികളെല്ലാം കൈക്കൊണ്ടു വന്ദിച്ചു താനും കരേറിനാൻ. ലക്ഷ്മണനപ്പോൾ സുമന്ത്രരുമാകുലാൽ ദുഃഖേന തേർ നടത്തിയിടിനാൻ ഭൂപനും. നിൽക്കു നിൽക്കെന്നു ചൊന്നാൻ രഘുനാഥനും. ഗച്ഛ ഗച്ഛേതി വേഗാലരുൾ ചെയ്തിതു നിശ്ചലമായിതു ലോകവുമന്നേരം. മംഗളദേവതാവല്ലഭൻ രാഘവൻ ഗംഗാതടം പുക്കു ജാനകി തന്നോടും മംഗള സ്നാനവും ചെയ്തു സഹാനുജം ശൃംഗിവേരാവിദൂരെ മരുവീടിനാൻ. ദാശരഥിയും വിദേഹ തനൂജയും ശിംശപാമൂലെ സുഖേന വാണിടിനാൻ. രാമാഗമന മഹോത്സവമെത്രയും ആമോദമുൾക്കൊണ്ടു കേട്ടു ഗുഹൻ തഥാ. സ്വാമിയായി ഇഷ്ടവയസ്യനായുള്ളൊരു രാമൻ തിരുവടിയെ കണ്ടു വന്ദിപ്പാൻ പക്വമനസ്സോടു ഭക്തേവ സത്വരം പക്വഫലമധു പുഷ്പാദികളെല്ലാം കൈക്കൊണ്ടു ചെന്നു രാമാഗ്രേ വിനിക്ഷിപ്യ ഭക്തേവ ദണ്ഡ നമസ്കാരവും ചെയ്തു. പെട്ടെന്നെടുത്തെഴുന്നേൽപ്പിച്ചു വക്ഷസി തുഷ്ട്യാ ദൃഢമണച്ചാശ്ലേഷവും ചെയ്തു. മന്ദഹാസം പൂണ്ടു മാധുര്യപൂർവകം മന്ദേതരം കുശല പ്രശ്നവും ചെയ്തു. ശൃംഗിവേരാധിപൻ വാക്കു കേട്ടന്നേരം മംഗളദേവതയാകിയ സീതയെ കയ്യും പിടിച്ചു കരേറ്റി ഗുഹനുടെ കയ്യും പിടിച്ചു താനും കരേറിയിടിനാൻ. ആയുധമെല്ലാം എടുത്തു സൗമിത്രിയും ആയതമായൊരു തോണി കരേറിനാൻ. ജ്ഞാതിവർഗത്തോടു കൂടെ ഗുഹൻ പരമാദരവോടു വഹിച്ചിതു തോണിയും. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ഓം ശാന്തി. രാമായണത്തിലെ സുഖദുഃഖ സമ്മിശ്രമായിരിക്കുന്ന ഒരു അന്തരീക്ഷത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സൃഷ്ടിയുടെ മംഗളത്തെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ, ത്രികാലദർശിയുടെ കണ്ണിലൂടെ കാണുകയാണെങ്കിൽ എല്ലാം മംഗളം മാത്രമാണ് നടക്കുന്നത്.
രാമൻ്റെ അവതാരോദ്ദേശം പൂർത്തീകരിക്കാൻ വേണ്ടതായിരിക്കുന്ന യാത്രയിലാണ് വനവാസത്തിന് വേണ്ടി ഡയറക്ഷൻ വരുന്നതും അല്ലെങ്കിൽ ആജ്ഞ പുറപ്പെടുന്നതും പ്രഭാതത്തിൽ തന്നെ രാമൻ വനവാസത്തിന് വേണ്ടി പുറപ്പെടുന്നതും. ഒരു ഏകകാലദർശിയായിക്കൊണ്ട് ആ സന്ദർഭത്തിനെ ഒന്ന് കണ്ടു നോക്കിയേ. അങ്ങനെ നോക്കുമ്പോൾ രാമലക്ഷ്മണന്മാരുടെ ജീവിതത്തിലും ആ കൊട്ടാരം വാസികളുടെയും പ്രജകളുടെയും ജീവിതത്തിലും റാണിമാരുടെയും രാജാവിൻ്റെയും ജീവിതത്തിലും ദുഃഖം നിറഞ്ഞു നിൽക്കുന്നതായിരിക്കുന്നൊരു സന്ദർഭം. തൻ്റെ സർവസ്വവും എന്ന് വിചാരിച്ച, ഏറ്റവും കൂടുതൽ സ്നേഹമുള്ള, ഏറ്റവും കൂടുതൽ സ്നേഹിച്ച രാമനെ പിരിയുന്ന വേദനയിൽ ദശരഥ മഹാരാജാവും കൗസല്യയും അതുപോലതായിട്ടുള്ള റാണിമാർ. പ്രജകളാണെങ്കിൽ ഈശ്വരതുല്യനായിരിക്കുന്ന ഒരു രാജാവിനെ കിട്ടുക എന്നതായിരിക്കുന്ന അമിത സന്തോഷത്തിൽ ആനന്ദതുന്തിലരായിരുന്നവർ അവരുടെ ഉത്സവം മാറിയിട്ട് നേരെ ശോകമൂകമായി മാറിയതായിട്ട് ഒരു അയോധ്യ നഗരി. ആ സന്ദർഭത്തിലാണ് രാമലക്ഷ്മണന്മാർക്കും സീതയ്ക്കും മരവുരി കൊടുക്കുന്നത്. രാമനും ലക്ഷ്മണനും സന്തോഷത്തോടെ മരവുരി വാങ്ങി ധരിച്ചുകൊണ്ട് മുന്നോട്ട് യാത്രയ്ക്കൊരുങ്ങുകയാണ്. സീതാദേവി പരുക്കനായിരിക്കുന്ന മരവുരി ഞാൻ എങ്ങനെ ധരിക്കും എന്ന സംശയത്തോടു കൂടി ഇത് ഞാൻ ധരിക്കണോ വേണ്ടേ എന്നറിയാൻ വേണ്ടിക്കൊണ്ട് രാമൻ്റെ മുഖത്തേക്ക് നോക്കുകയാണ്. അപ്പോൾ ഈ സന്ദർഭം കണ്ട് ജ്ഞാനിയായ വസിഷ്ഠമുനി പോലും ഒരല്പനേരത്തേക്ക് ദുഃഖത്തിൻ്റെ മൂടുപടത്തിൽ വന്നുപോയി. പറഞ്ഞു പോവുകയാണ്, രാമനും ലക്ഷ്മണനും മരവുരി ധരിക്കേണ്ടതും കാട്ടിൽ പോകേണ്ടതും അച്ഛൻ്റെ ആജ്ഞ അനുസരിക്കുകയാണ്. പക്ഷെ നീ എന്തിന് സീതയ്ക്ക് മരവുരി കൊടുത്തു? സീത രാമൻ്റെ കൂടെ സർവാഭരണ വിഭൂഷിതയായി പോയിക്കൊണ്ട് തന്നെ രാമൻ്റെ മനസ്സിനെ സന്തോഷിപ്പിച്ചുകൊണ്ട് കൂടെ താമസിച്ച പോരെ, നീ എന്തിനാണ് ഇത്ര ദുഷ്ടയായത് എന്ന് അറിയാതെ കൈകേയിയോട് വസിഷ്ഠ മഹർഷി പോലും ചോദിച്ചു പോകുന്ന ഒരു നിമിഷം. അങ്ങനെ രാമനും സീതയും ലക്ഷ്മണനും മരവുരി അണിഞ്ഞ് തപസ്വികളെപ്പോലെ രാജകൊട്ടാരത്തിൽ നിന്ന് യാത്ര പുറപ്പെടുകയാണ്. പോവരുത് എന്ന് പറഞ്ഞുകൊണ്ട് രഥത്തിൻ്റെ പിന്നാലെ ഓടുന്ന ദശരഥനും വളരെ വേഗത്തിൽ തേർ തെളിക്കൂ എന്ന് പറയുന്നതായിരിക്കുന്ന രാമനും കർത്തവ്യത്തിലേക്കുള്ള യാത്രയിൽ യാതൊരു കാര്യത്തിനും കാണാതെ മുന്നോട്ട് പോകുന്നതായിരിക്കുന്ന ആത്മ. വേറൊരു ലക്ഷ്യം കൂടി, വേറൊരു സന്ദേശം കൂടി ഈ ഒരു സന്ദർഭത്തിൽ വാത്മീകി മഹർഷി നമുക്ക് തരുന്നുണ്ട്. ജീവിതത്തിൽ ലക്ഷ്യത്തിലേക്ക് മുന്നേറുന്ന സന്ദർഭത്തിൽ ഇത് ഇവിടെ മാത്രമല്ല, കൃഷ്ണൻ്റെ അവതാര കഥ പറയുമ്പോഴും രാമൻ്റെ അവതാരോദ്ദേശം പൂർത്തിയാക്കുമ്പോഴൊക്കെ നമുക്ക് കാണാം. അതായത് ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ മുന്നോട്ട് പോകുമ്പോൾ പലപ്പോഴും നിങ്ങൾ മറ്റെല്ലാത്തിനെയും മറക്കേണ്ടതായി തന്നെ വരും. ഗോപികമാരുടെയും അമ്മയുടെയും അച്ഛൻ്റെയും എല്ലാം കണ്ണീര് കാണാതെ കംസനിഗ്രഹം എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ട് ആരും നോക്കാതെ ഒരു ഭാവത്തിനും അറിയാതെ മുന്നോട്ട് പോകുന്ന കൃഷ്ണനും തൻ്റെ മാതാപിതാക്കളുടെയും പൗരജനങ്ങളുടെയും കണ്ണീരിനെ കാണാതെ വളരെ വേഗത്തിൽ തേർ തെളിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് തേരിലിരുന്ന് പോകുന്ന രാമനും സിമിലർ ആയിരിക്കുന്ന ഒരു എക്സാമ്പിളാണ് നമുക്ക് ഭാഗവതത്തിലും രാമായണത്തിലും ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നമുക്ക് തരുന്ന സന്ദേശമാണ്, നിങ്ങൾ സ്വപ്നങ്ങളെ നേടാൻ വേണ്ടി യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു പക്ഷേ ബന്ധുക്കളോ ബന്ധങ്ങളോ നിങ്ങൾക്ക് തടസ്സം നിൽക്കാൻ നോക്കുമ്പോൾ വീണു പോകരുത്. സ്വപ്നങ്ങളെ സ്വന്തമാക്കുന്നവരെ എല്ലാവർക്കും വേണ്ടി വരും നാളെ. ഇന്ന് ബന്ധുക്കൾക്ക് വേണ്ടി സ്വപ്നങ്ങളെ ത്യജിക്കുന്നവരെ നാളെ ആർക്കും വേണ്ടാത്തവരുമാകും. അതല്ലേ ലോകം? ആരാണോ തൻ്റെ ഡ്രീം സ്വന്തമാക്കുന്നത്, ലക്ഷ്യത്തിലെത്തിച്ചേരുന്നത്, ജീവിതത്തിൽ എല്ലാം നേടിയെടുക്കുന്നത്, അവരുടെ പിന്നാലെ പണ്ട് കുറ്റം പറഞ്ഞവരൊക്കെ ഇന്ന് അവരുടെ ഏറ്റവും വേണ്ടപ്പെട്ടവരാകും. അതേസമയം വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി എല്ലാം ത്യജിച്ചിട്ട് ജീവിതത്തിൽ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിൽക്കേണ്ടി വന്നാൽ നിങ്ങൾ ആർക്കും വേണ്ടാത്തവരുമാവും. ഇത് രാമായണം നമുക്ക് തരുന്ന മെസ്സേജ് അല്ലേ? ലക്ഷ്യത്തിലേക്കുള്ള യാത്രയാണ്. മാതാപിതാക്കൾ കരയാണ്, ബന്ധുജനങ്ങൾ കരയാണ്, പൗരജനങ്ങൾ കരയാണ്. ജീവന തുല്യം സ്നേഹിക്കുന്നവരാണ് എല്ലാവരും. അവരുടെ എല്ലാം കണ്ണീരിനെ കാണാതെ തേർ തെളിച്ച് മുന്നോട്ട് പോകുന്ന ശ്രീരാമദേവൻ ഈ സമയത്ത് ജീവിത ലക്ഷ്യത്തിലേക്ക് എങ്ങനെ യാത്ര ചെയ്യണം എന്ന് ഒരു ജീവാത്മാവിന് കൊടുക്കുന്ന സന്ദേശം കൂടിയാണ് ഈ സന്ദർഭം. മറ്റൊന്ന് നമുക്ക് കാണാം, കാനന യാത്ര ആരംഭിക്കുകയാണ് ഇവിടുന്ന്. പലപ്പോഴും മുന്നിലുള്ള യാത്രകളിലും നമ്മൾ കണ്ടിട്ടുള്ള കാര്യമാണ്. കാനനം എന്ന് പറയുന്നത് ദ്വാപര കലിയുഗങ്ങളെ പ്രതിനിധാനം ചെയ്യാൻ വേണ്ടിക്കൊണ്ടാണ് ഇങ്ങനെ പുരാണങ്ങളിലൊക്കെ തന്നെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ സൃഷ്ടിയിലെ ആദ്യ 2 യുഗങ്ങൾ, പ്രഭാത സമയമാകുന്ന സത്യയുഗത്തിലും ത്രേതായുഗത്തിലും അയോധ്യ നഗരിയിൽ ജീവിച്ചിരുന്ന ജീവാത്മാക്കൾ
ശ്രീരാമനും ശ്രീരാമൻ്റെ കൂടെയുള്ള ആത്മരാമന്മാരും. അത് കഴിഞ്ഞ ശേഷം ദ്വാപരയുഗം ആരംഭിക്കുമ്പോൾ കാനനയാത്ര ആരംഭിക്കുകയാണ്. കാനനയാത്രയിൽ എങ്ങനെ മുന്നോട്ട് പോകണം, ഇതും ഒരു ഗൈഡൻസാണ്. ഈ ലോകത്തിൽ ജീവിത നൗകേന മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നിങ്ങൾക്ക് 2 പേരുടെ സംഘം അനിവാര്യമാണ്. പരമപൂജ്യനായിരിക്കുന്ന പരമപുരുഷനായിരിക്കുന്ന പരമാത്മാവിൻ്റെ സംഘം, ജീവാത്മാവിന് രക്ഷകനായിക്കൊണ്ട് ജീവാത്മാവിൻ്റെ കൈ പിടിച്ച് തോണിയിലേറ്റി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഈശ്വരൻ്റെ കൂട്ട്, അത് നിങ്ങൾക്ക് അനിവാര്യമാണ്. അതുകൊണ്ടാണ് സീതയെ തോണിയിലേക്ക് കയറ്റുകയാണ്, രാമൻ കൈപിടിച്ച് കയറ്റുകയാണ്. എന്നാലോചിച്ച് നോക്കിയൊക്കെ, നിങ്ങളുടെ ജീവിത നൗക എവിടെയും മുങ്ങാതെ, ആടാം ഒലയാം പക്ഷെ ഒരിക്കലും മുങ്ങാതെ മുന്നോട്ട് കൊണ്ടുപോകണോ, സ്വസ്ഥമായിട്ട് നിങ്ങൾക്ക് യാത്ര ചെയ്യണോ, പരമപൂജ്യനായ പരമപവിത്രനായ പരമപുരുഷൻ്റെ കൈകളിൽ ഏൽപ്പിക്കൂ. ഈശ്വരൻ്റെ കയ്യിൽ കൈ കൊടുത്തുകൊണ്ട് ഈ യാത്ര മുന്നോട്ടെങ്കിൽ നിങ്ങൾക്ക് യാത്ര സുഗമമായി തന്നെ മുന്നോട്ട് പോകാം. കൂട്ടിന് ത്യാഗം എന്നൊരു സാധനം അനിവാര്യമാണ്. ഈശ്വരനെ സ്വന്തമാക്കുന്നവർക്ക് ഈ ലോകത്തിലെ ഭൗതികമായിരിക്കുന്ന മനുഷ്യൻ്റെ ലക്ഷ്യത്തിലുള്ള നേട്ടങ്ങൾ, സുഖങ്ങൾ, അത് പലപ്പോഴും തെറ്റിൻ്റെ സുഖങ്ങളാണെങ്കിൽ, തിന്മയുടെ നേട്ടങ്ങളാണെങ്കിൽ അതിനെ ഒഴിവാക്കാൻ വേണ്ടി വരും. ഒരു കാര്യം ഉറപ്പാണ്, പാപവും ഭഗവാനും രണ്ടും ഒന്നിച്ചിരിക്കില്ല. ഈശ്വരൻ്റെ കൂട്ട് വേണോ, പാപത്തിൻ്റെ ത്യാഗം അനിവാര്യമാണ്, തിന്മയുടെ ത്യാഗം അനിവാര്യമാണ്. എങ്കിൽ ജീവിത നൗകയിൽ നിങ്ങൾക്ക് കൂട്ടായിട്ട് ഈശ്വരനുണ്ടാവും. നിങ്ങളുടെ കടത്തുകാരനാവാൻ ഈശ്വരൻ്റെ കൂട്ടുകാരനുണ്ടാവും. ആരാണ് ഈശ്വരൻ്റെ കൂട്ടുകാരെന്നറിയോ? പുണ്യകർമ്മം. ആ പുണ്യകർമ്മം നിങ്ങളുടെ തോണിയെ മുന്നോട്ട് നയിക്കും. രക്ഷകനായിക്കൊണ്ട് ഭഗവാൻ ഉണ്ടായിരിക്കും. നിങ്ങൾ സുഖത്തിൻ്റെ സന്തോഷത്തിൻ്റെ ജീവിതം ഈ കലിയുഗത്തിൻ്റെ അന്തിമ നാളിലും നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കും എന്നത് കാണിക്കുകയാണ് ആരംഭിക്കുന്നതും. എന്നാണോ ഈ സൃഷ്ടി ദ്വാപരയുഗത്തിലേക്ക് ആരംഭിക്കുന്നത്, അന്നാണ് ജീവാത്മാക്കൾ ജീവിതത്തിൽ ദുഃഖം വരുന്നതും ഈശ്വരനെ ഓർക്കാൻ തുടങ്ങുന്നതും ഭക്തി ചെയ്യാൻ തുടങ്ങുന്നതും പരമപുരുഷനായ പരമാത്മാവിൻ്റെ കൂടെ ജീവിത നൗകയെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആരംഭിക്കുന്നതും. അതുകൊണ്ടാണ് ഗുഹൻ എന്ന സുഹൃത്ത്, രാമൻ്റെ സുഹൃത്ത് ആരായിരുന്നു? ഗുഹൻ. ഗുഹ്യതകൾ അടങ്ങുന്നവൻ എന്നാണ് അർത്ഥം. അതുകൊണ്ട് ഈ സൃഷ്ടിയുടെ രഹസ്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് ഈശ്വരൻ ആരെന്ന്, രാമൻ ആരെന്ന് മനസ്സിലാക്കിക്കൊണ്ട് രാമനെ തോണി കടത്തുന്നതായിരിക്കുന്ന തോഴൻ എവിടുത്തെ രാജാവായിരുന്നു? നിഷാദ രാജാവ്. നിഷാദം എന്ന് വെച്ചാൽ അർത്ഥം ആരാണ്? ആദിവാസികൾ എന്ന് പറയാം, അല്ലെങ്കിൽ നമുക്ക് കാട്ടാളന്മാരെന്ന് പറയാം. അങ്ങനെയുള്ള ലോകം ഇന്ന് എങ്ങും വനത്തിനുള്ളിൽ അകപ്പെട്ടിരിക്കുന്ന അവസ്ഥയാണ്. ആദിവാസികൾ ഗ്രാമം എവിടെയാണ് ഉണ്ടാവുക? കാടിൻ്റെ ഉള്ളിൽ. അപ്പോൾ വനവാസികളായി ജീവിക്കുന്ന മനുഷ്യന്മാരാണ് ലോകത്ത്. വനവാസികളുടെ രാജാവായിരിക്കുന്നവൻ പരമഭക്തനാണ് രാമൻ്റെ. ഭഗവാനെ അറിഞ്ഞ് ഭഗവാനെ സ്നേഹിച്ച് ഭഗവാനെ സേവിച്ച് ജീവിക്കുന്ന ജീവാത്മാവ് ഈശ്വരന് വേണ്ടിക്കൊണ്ട് ഞാനും കൂടെ പോന്നോട്ടെ എന്ന് ചോദിക്കുകയാണ്. തൻ്റെ രാജ്യഭാഗ്യത്തേക്കാൾ കൂടുതൽ ഈശ്വരൻ്റെ സാമീപ്യമാണ് സുഖം എന്ന് മനസ്സിലാക്കിയ ധർമ്മിഷ്ഠരായിരിക്കുന്ന ആത്മാക്കളുടെ പ്രതീകമാണ് ഇവിടെ ഗുഹനെ കാണിക്കുന്നത്. അങ്ങനെ പരമപൂജ്യനായ പരമാത്മാവിന് വേണ്ടി തൻ്റെ തോണി ഒരുക്കിക്കൊണ്ട് തൻ്റെ ജീവിതത്തെ തന്നെ ഭഗവാന് വേണ്ടി സമർപ്പിക്കുമ്പോൾ, തൻ്റെ ശരീരമാകുന്ന തോണിയെപ്പോലും ഈശ്വരൻ്റെ സേവനത്തിന് വേണ്ടി സമർപ്പിക്കുമ്പോൾ, അത്തരം ജീവാത്മാക്കളാണ് യഥാർത്ഥ ഈശ്വരൻ്റെ സുഹൃത്തുക്കളായിരിക്കുന്ന ഗുഹൻ. ആ ഗുഹൻ്റെ സഹായത്തോടു കൂടിയാണ് രാമലക്ഷ്മണന്മാർ സീതയ്ക്കൊന്നിച്ച് ഗംഗാനദി കടന്നുകൊണ്ട് കാനനവാസത്തിലെത്തുന്നത്. ഈ കാനനവാസം, ഈ കാട്ടിലെ വാസം അഥവാ കലിയുഗമാകുന്ന കാട്ടിലെ വാസം എങ്ങനെ നമുക്ക് സ്വസ്ഥമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം, അതും രാമായണം നമ്മളെ ഗൈഡ് ചെയ്യണം. മുന്നോട്ട് യാത്ര നിങ്ങൾക്ക് സ്വസ്ഥമാവണമെങ്കിൽ മനസ്സിൽ പോസിറ്റീവ് തോട്ട്സ് വേണം. ജീവിതത്തിലുണ്ടായി പോകുന്ന സംഭവങ്ങളെക്കുറിച്ച്, പാസ്റ്റിനെക്കുറിച്ച് ഞാൻ അത്രയൊക്കെ എത്തിപ്പെട്ടതാണ്. ഈ ഒരു നിമിഷം നിങ്ങൾ ആലോചിച്ച് നോക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സാധാരണ മനുഷ്യന്മാർക്ക് ഭ്രാന്ത് പിടിക്കുന്ന അവസ്ഥയാണ്. എല്ലാം നേടിയെടുത്തു എന്ന് വിചാരിച്ച്, എൻ്റെ സമ്പൂർണ്ണ സുഖം എന്ന് വിചാരിച്ചിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് നേരെ താഴേക്ക് വീഴുകയാണ്. രാജാവിൽ നിന്ന് വനവാസിയാവുകയാണ്. അങ്ങനെ ഒരു സന്ദർഭത്തിൽ ജീവിതത്തിൽ മോഹഭംഗങ്ങൾ സംഭവിക്കുമ്പോൾ ഡിപ്രഷൻ വരാതിരിക്കാൻ, ആത്മഹത്യ ചെയ്യാതിരിക്കാൻ, എല്ലാം നശിച്ചു എന്ന് വിചാരിച്ച് നിങ്ങൾ തകരാതിരിക്കാൻ വേണ്ടിക്കൊണ്ട് ഏറ്റവും നല്ല മെത്തേഡ് മനസ്സിനെ ശാന്തമാക്കി വയ്ക്കാൻ സത്സംഗം. അതുകൊണ്ടാണ്
നല്ല കാലത്ത് നല്ല സമയമുള്ളപ്പോൾ, നല്ല ആരോഗ്യമുള്ളപ്പോൾ, നിങ്ങളുടെ ധനമുള്ളപ്പോൾ, സന്തോഷമുള്ളപ്പോൾ ഈശ്വരനെ കൂട്ടാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നുവെങ്കിൽ തകർച്ചകൾ അത് കർമ്മക്കണക്കാണ്. ധനം ഇന്ന് വരാം, നാളെ പോകാം. മനുഷ്യന്മാർ ഇന്ന് കൂടെ ഉണ്ടാവാം, നാളെ വിട്ടു പോയേക്കാം. പദവി ഇന്ന് കൂടെ ഉണ്ടാവാം, നാളെ നിങ്ങളെ വിട്ടു പോയേക്കാം. ഇതെല്ലാം താൽക്കാലികമാണ്. അതേസമയം നിങ്ങൾ ഈശ്വരനായിട്ട് കൂട്ടുകൂടിക്കൊണ്ട് മനസ്സിനെ ശ്രേഷ്ഠമാക്കി വെക്കുന്നുവെങ്കിൽ എല്ലാം തിരിച്ച് നിങ്ങളടുത്തേക്ക് എത്തിച്ചേരുകയും ചെയ്യും. അതുകൊണ്ട് കലിയുഗത്തിലെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ കുറച്ച് സമയം ദുഃഖമില്ലാതാക്കാൻ വേണ്ടി, അഥവാ ദുഃഖം വരാതിരിക്കാൻ വേണ്ടിക്കൊണ്ട് സത്സംഗത്തിന് വേണ്ടി മാറ്റിവെക്കും. വനവാസം ആരംഭിച്ച രാമൻ്റെ ജീവിതത്തിൽ അവിടെ പറയുന്നത് ഇങ്ങനെയാണ്: ചിത്രകൂടത്തിൽ ദേവലോകത്തിൽ ഇന്ദ്രൻ വസിക്കും പോലെ രാമനും ലക്ഷ്മണനും സീതയും കൂടെ വസിച്ചു എന്നാണ് പറയുന്നത്. ദുഃഖം വന്നു എന്നല്ല പറയുന്നത്. വനവാസം, രാജ്യം ഭരിക്കാൻ പിന്നെയും കഷ്ടമാണ്, വനത്തിൽ ജീവിക്കാൻ എന്താ സുഖം എന്ന് രാമൻ കൈകേയിയോട് പറയുന്നുണ്ട്. സന്തോഷം നിറഞ്ഞ വനവാസമാണ്. ആ കാലഘട്ടത്തിലും സത്സംഗത്തിന് പ്രാധാന്യം കൊടുത്തു. ഭരദ്വാജ മഹർഷി, സതി അനസൂയ, അത്രി മഹർഷി ഇങ്ങനെയുള്ളവരുടെ ആശ്രമത്തിലൂടെ, വാത്മീകി മഹർഷിയുടെ അടുത്തുള്ളതായിട്ടുള്ള മീറ്റിങ്ങിലൂടെ, അവരെ സത്സംഗത്തിലൂടെ ജീവിതത്തിൽ സുഖവും ശാന്തിയും സമൃദ്ധിയും ധർമ്മവും മനസ്സിലാക്കിക്കൊണ്ട് മനസ്സിനെ യഥാർത്ഥമായ രീതിയിൽ ഈശ്വരനിൽ സമർപ്പിച്ചുകൊണ്ട് ദുഃഖത്തെ മറന്ന്, ഇന്നലെകളെ മറന്ന് ഇന്നിൽ ജീവിക്കാൻ പഠിക്കുക. ഇന്നലെ എനിക്കെല്ലാം ഉള്ള ആളായിരുന്നു എന്ന് വിചാരിച്ച് നിങ്ങൾ ഇരിക്കും തോറും നിങ്ങളുടെ നഷ്ടം മാത്രമേ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുള്ളൂ. ഇന്ന് ഈ നിമിഷം നിങ്ങൾക്ക് സന്തോഷിക്കാനാവില്ല. അതുകൊണ്ട് ഇന്ന് ഈ നിമിഷം എന്തുണ്ടോ അതിലേറ്റവും സന്തോഷത്തോടു കൂടി സത്സംഗത്തിലൂടെ മനസ്സ് ഭഗവാനിൽ അർപ്പിച്ചിരിക്കുകയാണെങ്കിൽ ഈ കാനനത്തിൽ എങ്ങനെയുള്ള സ്ഥലത്ത് ജീവിക്കേണ്ടി വന്നാലും, ഏതൊക്കെ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ഈ സംഘത്തിൻ്റെ ശക്തി നിങ്ങൾക്ക് സുഖവും ശാന്തിയും സമാധാനവും തന്നുകൊണ്ടിരിക്കും. ഇതാണ് ഈ ഒരു സന്ദർഭത്തിൽ നമുക്ക് കാനനവാസത്തിലൂടെ രാമായണം തരുന്നതായിരിക്കുന്ന സന്ദേശം. സിസ്റ്ററെ, രാമായണത്തിലെ സന്ദർഭം എൻ്റെ മനസ്സിലൊരു ചിന്തയുണ്ടാക്കി. രാമനെ വനവാസത്തിലാക്കിയതുപോലെ ആർക്കെങ്കിലും ഒരാളുടെ ജീവിതം ഇങ്ങനെ തകർക്കാൻ പറ്റുമോ? ചോദ്യം വളരെ അർത്ഥവത്തായൊരു ചോദ്യമാണ്. അതാർക്കും തോന്നി പോകാവുന്നൊരു കാര്യമാണ്. രാമായണത്തിൽ നമ്മൾ ഈ കണ്ണുകൊണ്ട് കാണുമ്പോൾ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഏകകാലത്തിൽ കാണുന്ന സന്ദർഭത്തിൽ ആർക്കും തോന്നുമല്ലോ, മന്ധരയെപ്പോലൊരാൾ എൻ്റെ ജീവിതത്തിൽ വന്നു പോയാൽ എൻ്റെ ജീവിതം തകർന്നു തന്നെ. പലരും അനുഭവത്തിൽ പറയാറുണ്ട്, ഇവരെൻ്റെ ജീവിതത്തിൽ വന്ന ശേഷം എൻ്റെ ജീവിതം എല്ലാം തകർത്തു. ഞങ്ങൾ രണ്ടാളും ഭയങ്കര ഹാപ്പിയായി ജീവിക്കുകയായിരുന്നു, ഇവൻ വന്നു, അല്ലെങ്കിൽ ഇവൾ വന്നു, അല്ലെങ്കിൽ ഇവർ വന്നു, ഇവരാണ് കുറേ കഥയുണ്ടാക്കി ഞങ്ങൾ തമ്മിൽ തല്ലിച്ചു, അല്ല ഞങ്ങളുടെ ജീവിതം തകർത്തു, ഞങ്ങൾ അങ്ങനെയാക്കി, എനിക്ക് ഇങ്ങനെ ഉണ്ടാക്കി, അല്ലെങ്കിൽ എൻ്റെ ബിസിനസ്സിൽ ഇവർ തകർത്തു. ഇങ്ങനെ പല തലത്തിലുള്ള ആളുകളുടെ അടുത്തുനിന്നും എൻ്റെ ജീവിതം തകർത്ത് ഇവരാണ് അവരാണ് എന്ന് ഞാൻ കേൾക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ചിന്ത സ്വാഭാവികമല്ലേ, വന്നേക്കാലോ. പക്ഷെ വാസ്തവികത ഇതൊന്നുമല്ല എന്ന് രാമായണം നമ്മളെ കേൾപ്പിച്ചു തരുന്നുണ്ട്. ഇത് വനവാസത്തിന് മുന്നേ എല്ലാ പ്രജകൾക്കും മന്ത്രിമാർക്കും ഒക്കെ ഒന്നിച്ച് കാനനത്തിലെത്തിയ സമയം ഗുഹൻ രാമനെ സൽക്കരിച്ചു. ഫലമൂലാദികൾ കൊണ്ട് ഗുഹനോട് പറയുന്നുണ്ട്, നിൻ്റെ മറ്റുള്ളതായിരിക്കുന്ന ഒരു സൽക്കാരവും സ്വീകരിക്കാൻ എനിക്കിപ്പോൾ സാധ്യമല്ല. ഞാൻ എൻ്റെ അച്ഛൻ്റെ പ്രതിജ്ഞയിൽ ബന്ധിതനായതുകൊണ്ട് ഞാൻ നിൻ്റെ പഴങ്ങൾ എന്തെങ്കിലും ആണെങ്കിൽ സ്വീകരിക്കാമെന്ന് പറയുകയാണ്. അങ്ങനെ ഫലമൂലാദികളും ജലവും ഭുജിച്ച ശേഷം രാമനും സീതയും ഒരു വൃക്ഷത്തിൻ്റെ താഴെ ഇലകളാകുന്ന തൽപ്പത്തിൽ കിടക്കുകയാണ്. അത് കാണുന്ന സമയത്ത് സങ്കടത്തോടു കൂടിക്കൊണ്ട് ഗുഹൻ ലക്ഷ്മണനോട് പറയുകയാണ്, കൊട്ടാരത്തിൽ സ്വർണത്തിൻ്റെ തൽപ്പത്തിൽ വസിക്കേണ്ടതായിരിക്കുന്ന രാജാവും റാണിയും ഈ ഒരു മന്ധര അഥവാ കൈകേയി കാരണം നോക്കിയേ ഇന്നെന്ത് അവസ്ഥയിലാണ് കിടക്കുന്നത്, ഇത് കഷ്ടം തന്നെ എന്ന് പറയുമ്പോൾ ഈ സന്ദർഭത്തിൽ ലക്ഷ്മണൻ വളരെ അർത്ഥവത്തായിട്ട് സംസാരിക്കുന്നുണ്ട്. വേറൊരു ലക്ഷ്മണൻ്റെ നേരത്തെ കണ്ട ഒരു ക്രോധമെല്ലാം മാറിക്കൊണ്ട് വളരെ വ്യത്യസ്തമായിരിക്കുന്ന ഒരു മുഖം നമുക്കിവിടെ കാണാൻ സാധിക്കും. ഗുഹനോട് പറയുകയാണ്, നീ പറഞ്ഞത് തെറ്റാണ്, അങ്ങനെയല്ല. ഈ പ്രപഞ്ചത്തിൽ, ഈ സൃഷ്ടിയിൽ ആർക്കും മറ്റൊരാൾക്ക് സുഖം കൊടുക്കാനും ആവില്ല, ദുഃഖം കൊടുക്കാനും ആവില്ല. സുഖവും ദുഃഖവും ഒരു മനുഷ്യൻ്റെ കർമ്മഫലമായിക്കൊണ്ട് വന്നു ചേരുന്നതാണ്. അപ്പോൾ ഈ സന്ദർഭത്തിൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, രാമൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ്, ഏത് കർമ്മഫലം കൊണ്ടാണ് രാമൻ ഇങ്ങനെ വരുന്നത്? മുന്നും ഭാഗവത്തിലാണോ എന്നെൻ്റെ ഓൾമോസ്റ്റ് ഓർമ്മ, ഞാൻ ഓർക്കുന്നുള്ളൊരു ദൃശ്യം, ഒരിക്കൽ നാരദമുനി വൈകുണ്ഠത്തിലേക്ക് കയറി ചെല്ലുകയാണ്. ആ സന്ദർഭത്തിൽ
ലക്ഷ്മിയും വിഷ്ണുവും പരസ്പരം മുഖത്തോട് മുഖം നോക്കിക്കൊണ്ട് അവരിയ്ക്കുകയാണ്. അങ്ങനെയുള്ള സന്ദർഭത്തിൽ നാരദൻ കയറി ചെന്നിട്ട് പോലും രണ്ടുപേരും മനസ്സിലാക്കിയില്ല. ഭഗവാനാകുന്ന വിഷ്ണു, ഭക്തനാകുന്ന നാരദൻ വന്നിട്ട് പോലും അതറിയാതെ പരസ്പരം അവർ നോക്കിയിരുന്നു പോയതുകൊണ്ട് പറഞ്ഞു പോവുകയാണ്, ഇങ്ങനെ ഇത്രയ്ക്കും സ്വയം മറന്ന് നിങ്ങൾ ഇരുന്നത് കൊണ്ട് നിങ്ങൾ രണ്ടുപേരും പരസ്പരം വേർപിരിയാനൊരു സന്ദർഭം ഉണ്ടാവട്ടെ എന്ന് ശാപം കിട്ടിയൊരു കഥ. അതിൻ്റെ ഫലമായിക്കൊണ്ട് വിഷമിക്കേണ്ട, ഞാൻ രാമനായി അവതരിക്കുന്ന സമയത്ത് ഇങ്ങനെ സംഭവിക്കും എന്ന് പറയുന്ന വേറൊരു കഥ പറയുന്നുണ്ട്. അപ്പോൾ കർമ്മഫലം ഏതൊരാത്മാവിനും വിട്ടുപോവില്ല. ജീവാത്മാക്കളാണെങ്കിലും പരമാത്മാവാണെങ്കിലും എല്ലാവരും കർമ്മം എന്ന കയറിൻ്റെ ഉള്ളിൽ ബന്ധിതരാണ്. അത് കാണിക്കുകയാണ് ഈ സന്ദർഭത്തിൽ. അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കുക, അവരെൻ്റെ ജീവിതം തകർത്തു, ഇവരെൻ്റെ ജീവിതം തകർത്തു എന്ന് പറയല്ലേ. നമ്മുടെ ജീവാത്മാക്കൾ ഈ ദേഹത്തിൽ ഇരുന്നു കൊണ്ട് ഈ ഒരു ജീവിതത്തിൻ്റെ യാത്രയിൽ എൻ്റെ ഈ രണ്ട് കണ്ണുകൾ കൊണ്ടുള്ള കാഴ്ച മാത്രം കാണുമ്പോഴാണ് ഇത്തരം വാക്കുകൾ നമ്മുടെ വായിൽ നിന്ന് വരുന്നത്. വാസ്തവത്തിൽ ഈ ആത്മാവിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വസ്ത്രം മാത്രമാണ്. എങ്ങനെയാണോ ഒരു വസ്ത്രം മാറ്റി വേറൊരു വസ്ത്രം ഞാൻ അണിയുന്നത്, അതുപോലെ ആത്മാവി ശരീരമാകുന്ന വസ്ത്രം മാറ്റി വേറൊരു വസ്ത്രമെടുത്ത് ഈ ലോക നാടകത്തിൽ ഭാഗം അഭിനയിക്കുകയാണ്. ചുവന്ന സാരി ഉടുത്തിട്ട് ഒരാളെ 4 തല്ല് തല്ലിയ ശേഷം ഓടി വന്ന് ചുവന്ന സാരി മാറ്റി വെള്ള സാരി ഉടുത്തിരുന്നത് കൊണ്ട് ആ ചുവന്ന സാരി ഉടുത്ത ആളെ നമ്മളെ തല്ലിന്ന് ആരെങ്കിലും പറയുമോ? വേഷം മാറ്റിയിരുന്നത് കൊണ്ടേ രക്ഷപ്പെടില്ല എന്ന് പറയും ഇല്ലേ. ഇത് കർമ്മം നമ്മളോട് സംസാരിക്കുന്നത് ഇങ്ങനെയാണ്. ഒരു പക്ഷേ നമ്മൾ ചെയ്യുന്ന കർമ്മം അറിഞ്ഞുകൊണ്ടാണ് ഒരു മനുഷ്യൻ തെറ്റ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ആഴം, അതിൻ്റെ ഡെപ്ത് ഒരുപാട് കൂടുതലാണ്. ശക്തമായിട്ടൊരു സാധനം വലിച്ചെറിഞ്ഞാൽ അതൊരുപാട് ദൂരം പോയിട്ട് തിരിച്ച് നമ്മുടെ അടുത്തേക്ക് വരും. ഒരു ബൂമറാങ് ആണ് വലിച്ചെറിയുന്നതെങ്കിൽ അത് വട്ടം കറങ്ങി തിരിഞ്ഞ് നമ്മുടെ തന്നെ വരും. അതുപോലെ കർമ്മം ചെയ്യുന്ന സമയത്ത് തെറ്റാണെന്നറിഞ്ഞിട്ടും തെറ്റ് ചെയ്യുന്ന ഒരുപാട് മനുഷ്യന്മാർ ലോകത്തിലുണ്ട് ഇല്ലേ? ചെയ്യുന്നില്ലേ മനുഷ്യന്മാർ? ഒരാളെ കൊല്ലുന്നത് തെറ്റാണെന്നറിയാത്ത ഒരു കൊച്ചുകുട്ടി പോലും ഇല്ല, എന്നിട്ടും പൈസയ്ക്ക് വേണ്ടി മറ്റുള്ളവരെ കൊല്ലുന്നവരുണ്ട്. ഒരാളെ ചതിക്കുന്നത് തെറ്റാണെന്നറിയാത്ത ഒരു മനുഷ്യന്മാരും ഇല്ല, പക്ഷേ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി മറ്റുള്ളവരെ ചതിക്കുന്നവരുണ്ട് ലോകത്ത്. ഇങ്ങനെയുള്ള കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ആ ഒരു ജന്മം അവർ രക്ഷപ്പെട്ടൊക്കെ മുന്നോട്ട് പോവുകയായിരിക്കും. അധികാരത്തിൻ്റെ ശക്തി ഉണ്ടെങ്കിൽ, ധനത്തിൻ്റെ ശക്തി ഉണ്ടെങ്കിൽ, നല്ലൊരു വക്കീലും പൈസ ഉണ്ടെങ്കിൽ ഏതവസ്ഥയിൽ നിന്ന് രക്ഷപ്പെട്ടു പോകും മനുഷ്യന്മാർ. കലിയുഗം അങ്ങനെയാണ്. പക്ഷേ മനസ്സിലാക്കേണ്ട ഒരു സത്യമുണ്ട്, ഈ ലോകത്തിൻ്റെ കോടതിയിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റും, ആ ലോകത്തിലെ കോടതിയിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധ്യമല്ല. ഒരു പക്ഷേ നിങ്ങൾ ഈ ഉടുപ്പ് മാറ്റി വേറൊരു ഉടുപ്പ് ഇട്ടിട്ടുണ്ടായിരിക്കും, ഒരു വസ്ത്രം മാറ്റി വേറൊരു വസ്ത്രം ഇട്ടിട്ടുണ്ടായിരിക്കും, ഒരു ദേഹം മാറ്റി വേറൊരു ദേഹം എടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങളുടെ മെമ്മറിയിൽ, നിങ്ങളുടെ ഓർമ്മകളിൽ ഈ ജന്മത്തിലെ കർമ്മങ്ങളേ ഉള്ളൂ. പക്ഷേ ആ കർമ്മം വന്നത് ജന്മജന്മാന്തരത്തിൻ്റെ കണക്കുന്നാണ്. ആ കർമ്മം തിരിച്ച് ഇങ്ങോട്ട് വരുമ്പോൾ അതെന്നെ വന്ന് ഈ ജന്മത്തിൽ ചതിക്കുമ്പോൾ, ഞാൻ എല്ലാം നേടിയെടുത്തത് മുഴുവൻ ഒരു നിമിഷം തട്ടിത്തെറിപ്പിക്കുമ്പോൾ, ഞാൻ സ്വന്തമാക്കിയെന്ന് വിചാരിക്കുന്ന ബന്ധങ്ങളെ ഇല്ലാതാക്കി തകർത്തെറിയുമ്പോൾ നിങ്ങൾ പറയും അവരെൻ്റെ ജീവിതം തകർത്തു എന്ന്. അവർ ജീവിതം തകർക്കുകയല്ല, കർമ്മം ജീവിതം തകർക്കുകയാണ്. അതുകൊണ്ട് കർമ്മമാണ് ആധാരം. കർമ്മത്തെയാണ് ഭയക്കേണ്ടത്. ഈശ്വരനെ ഭയക്കുന്നുവെങ്കിൽ കർമ്മത്തെ ഭയന്നേ പറ്റൂ. ഈശ്വരനല്ല പേടിക്കേണ്ടത്. ഈശ്വരൻ സ്നേഹസാഗരനാണ്. ഒരു ജീവാത്മാവിനും ദുഃഖം ഭഗവാൻ കൊടുക്കില്ല. നമ്മുടെ കർമ്മത്തെ പേടിച്ചേ പറ്റൂ. കർമ്മം ശരിക്ക് ചെയ്തില്ലെങ്കിൽ അത് നമ്മളെ വെറുതെ വിടുന്ന പ്രശ്നവുമില്ല. അത് നിങ്ങൾ എവിടെ പോയി ഒളിച്ചാലും, 7-ാം കടലിനുള്ളിൽ പോയി ഒളിച്ചാലും അവിടെയും വരും നിങ്ങളുടെ അടുത്തേക്ക് നിങ്ങളുടെ കർമ്മത്തിൻ്റെ കണക്ക് തീർക്കാൻ. അതുകൊണ്ട് കർമ്മമാണ് സുഖം തരുന്നതും കർമ്മമാണ് ദുഃഖം തരുന്നതും. അല്ലാതെ ആർക്കും സുഖവും തരാൻ പറ്റില്ല, ദുഃഖവും തരാൻ പറ്റില്ല. ആർക്കും നമ്മുടെ ജീവിതം ഉണ്ടാക്കിത്തരാനും പറ്റില്ല, ആർക്കും നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കാനും സാധ്യമല്ല. അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ സന്ദർഭത്തിൽ ലക്ഷ്മണൻ സംസാരിക്കുന്നത്. അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കുക, ആർക്കും നമ്മുടെ ജീവിതത്തെ തകർക്കാനും ആവില്ല, ആർക്കും നമ്മുടെ ജീവിതം നന്നാക്കി തരാനും ആവില്ല. അതുകൊണ്ട് നമ്മുടെ ഏറ്റവും വലിയ മിത്രവും നമ്മൾ തന്നെയാണ്, നമ്മുടെ ഏറ്റവും വലിയ ശത്രുവും നമ്മൾ തന്നെയാണ്. മിത്രമാകുക, സത്കർമ്മങ്ങൾ ചെയ്യുക, സ്വന്തം ജീവിതത്തെ ശ്രേഷ്ഠാക്കുക. ക്ലിയറായോ? ഓം ശാന്തി.